നമസ്കാരം. ഇറാൻ ഇസ്രായേൽ യുദ്ധമാണ് ഹോർമുസ് കടലിടുക്കിലേക്ക് ലോകശ്രദ്ധ തിരിച്ചത്. എണ്ണ കപ്പലുകൾ കടന്നു പോകുന്ന കടലിടുക്കായല്ല, ആഗോള ഇന്റർനെറ്റ് സൗകര്യങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ശ്രദ്ധ ഇങ്ങോട്ട് തിരിഞ്ഞത്. കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കേബിളുകൾ ഇവിടെയുണ്ടെന്ന കാര്യം മറക്കേണ്ടെന്ന് ഇറാൻ കഴിഞ്ഞ ആഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ കേബിളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് ഏഷ്യ, ഗൾഫ്, യൂറോപ്പ് എന്നിവയുടെ ഇന്റർനെറ്റ് സംവിധാനങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും. ഇത് നേരിട്ട് ബാധിക്കുക ഇന്ത്യയെ കൂടിയാണ്. ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയന്റെ കണക്കുകൾ പ്രകാരം ആഗോള ഇന്റർനെറ്റ് ട്രാഫിക്കിന്റെ ഏകദേശം 99% ഫൈബർ ഓപ്റ്റിക്കൽ കേബിളുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ടെലികമ്മ്യൂണിക്കേഷൻ, ക്ലൗഡ് സേവനങ്ങൾ, സാമ്പത്തിക സേവനങ്ങൾ എന്നിവയ്ക്കെല്ലാം അടിസ്ഥാനം ഈ കേബിളുകളാണ്. ഈ കേബിളുകൾക്ക് എന്തെങ്കിലും തടസ്സം സംഭവിച്ചാൽ അത് ഇന്റർനെറ്റ് വേഗത കുറയ്ക്കുന്നതിനോ കോമേഴ്സ് സേവനങ്ങൾ തടസ്സപ്പെടാനോ ഇടയാക്കും. ഇത് ലോക സാമ്പത്തിക രംഗത്തുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ കനത്തതാകും. പ്രധാന ആഗോള ഡാറ്റ റൂട്ടുകൾ ഗൾഫിലൂടെയാണ് കടന്നു പോകുന്നത്. തെക്കുകിഴക്കൻ ഏഷ്യയെ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്ന ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് കേബിളുകൾ, ഇന്ത്യയെയും ശ്രീലങ്കയെയും ഗൾഫ് ആഫ്രിക്കൻ വിപണികളുമായി ബന്ധിക്കുന്ന ഫാൽക്കൺ നെറ്റ്വർക്ക്, ഇറാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ഗൾഫ് ബ്രിഡ്ജ് ഇന്റർനാഷണൽ സിസ്റ്റം തുടങ്ങിയവയെല്ലാം ഇതിലാണുള്ളത്. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിൽ വൻതോതിൽ നിക്ഷേപം നടത്തുന്ന UAE, സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾക്ക് പ്രധാന അവലംബം ഈ ഡാറ്റ ലൈനുകളാണ്. യുദ്ധം ഈ കേബിളുകളെ ബാധിച്ചില്ലെങ്കിലും സംഘർഷം 2 മാസത്തോട് അടുക്കുമ്പോൾ ഇവിടെ വലിയ അപകട സാധ്യത വർദ്ധിച്ചു വരികയാണ്. 2024 ഇറാൻ സഖ്യകക്ഷിയായ ഹൂതികൾ ആക്രമിച്ച ഒരു കപ്പൽ നങ്കൂരം വിട്ടപ്പോൾ ഈ കേബിളുകൾ മുറിഞ്ഞിരുന്നു. യുദ്ധം നടക്കുമ്പോൾ ഈ കേബിളുകൾക്ക് നാശനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. അറ്റകുറ്റപ്പണികൾക്കും വലിയ കാലതാമസം നേരിടേണ്ടി വന്നേക്കാം. കേബിളുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാലും സംഘർഷ മേഖലയിൽ അവ പരിഹരിക്കുന്നത് എളുപ്പവുമല്ല. ഇവിടെ കപ്പലുകൾ മുങ്ങി കേബിളിന് കേടുപാടുകൾ വരികയാണെങ്കിൽ ഇത് യഥാസ്ഥിതിയാക്കുക എളുപ്പവുമല്ല. സമുദ്ര അന്തർഭാഗ കേബിളുകൾക്ക് യഥാർത്ഥ ബദലുമില്ല. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സമുദ്രാന്തർഭാഗ കേബിളുകൾക്ക് പകരം വയ്ക്കാൻ മറ്റൊരു സംവിധാനവുമില്ല. സ്റ്റാർലിങ്ക് പോലുള്ള സംവിധാനങ്ങൾ വളരെ ചിലവേറിയതുമാണ്. ഹോർമുസ് പ്രതിസന്ധി പരിഹരിച്ചാൽ മാത്രമേ ഈ ആശങ്കകൾക്കെല്ലാം അവസാനമാവുകയുള്ളൂ.